ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ അൽഷസാമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ശരവണ ഭവനിലാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാലിദുമായിട്ട് ദോശ കഴിക്കാൻ. യെസ്, എന്തായാലും അത് കഴിക്കട്ടെ, ബാക്കി കാര്യം പിന്നെ. ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും, പക്ഷേ ഇത് ചെറിയൊരു പാർട്ടാണെന്നേ ഉള്ളൂ. പിന്നെ ശരവണ ഭവൻ അറിയാല്ലേ, മക്ഡൊണാൾഡ്സ് ആണ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ശരവണ ഭവൻ. Sharavana ഭവൻ. We asked people on our Instagram, where is the best dosa in Dubai? Yeah. The most votes came from your restaurant. Okay, yeah. So why is your dosa so good? Good ghee roast masala is good. Yeah, restaurant. Ghee roast. Yeah, ghee roast. ഗൈസ്, വഴിയിലുള്ളവരിൽ നിന്നും ഒപ്പീനിയൻ എടുക്കുന്ന ഖാലിദുൽ അമീരിയാണ് നമ്മൾ കാണുന്നത്. Number one Indian Dosa place. vegetarian restaurant chain in the world. They even have places in Ireland, Belgium, France, Luxembourg, Japan. Yeah. They serve ramen dosa, bro. OG ഞാൻ എന്തായാലും കയറി 3 ദോശയാണ്, 3 എണ്ണം, വെറും 3 ദോശ. അത് കഴിച്ചിട്ടങ്ങ് ഞാൻ വീട്ടിൽ പോയി. ഇനി ഉച്ചയ്ക്കൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഒരു ഹ്യൂമങ്കസ് ദോശ വന്നിരിക്കുകയാണ്. ഫാമിലി ദോശയാണ് കേട്ടോ ശരവണ ഭവനിൽ. അപ്പോൾ നിങ്ങൾക്ക് ദോശ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഒരു രക്ഷയില്ലടേ. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, പക്ഷേ എനിക്ക് ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ പറഞ്ഞ സ്ഥലം ശരവണ ഭവൻ, അല്ലെങ്കിൽ പിന്നെ ആര്യാസ്. പിന്നെ ഞാനിപ്പം ഖാലിദിൻ്റെ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി സ്ട്രോങ് ഹോൾഡ് അല്ല ദോശ. നമ്മളവിടെ തട്ട് ദോശ കിട്ടും, തട്ടിൽ കുട്ടി ദോശ, തട്ട് ദോശയൊക്കെയാണ് നമ്മളുടെ ഒരു പരിപാടി. ഇപ്പോൾ എനിക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ ചീത്ത വിളിക്കാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ പോണത് ആര്യാസിലും ശരവണ ഭവനിലൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് തന്നെ ചീത്ത വിളിക്കാം, ഐ ഡോണ്ട് കെയർ. പക്ഷെ നമ്മളവിടെ നല്ല പൊറോട്ടയും ബീഫും, നല്ല അപ്പവും സ്റ്റൂവും, നല്ല ഇടിയപ്പവും പത്തിരിയും, അതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു സാധനം. എന്തിനാണെങ്കിലും ഖാലിദുവിൻ്റെ കൂടെ ഒരു ദോശയുടെ ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, ഞാൻ നേരെ വീട്ടിൽ പോകുന്നു. ഖാലിദിനെ കാണുകയാണെങ്കിൽ ഖാലിദിനെ വെച്ചൊരു ടാറ്റയും കൂടെ ഞാൻ പറയിപ്പിക്കാം. എന്നും ഖാലിദുൽ അമീരിയുടെ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറയുന്ന ഒരു വേറെ ലെവലാണ്. ബിക്കോസ് ഖാലിദ് ഈസ് എ ലെജൻഡ് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ വർക്കിംഗ് വിത്ത് യു ബ്രോ. താങ്ക് യു സോ മച്ച്. ബിക്കോസ് നമ്മളൊക്കെ ഞാൻ പറയില്ലേ, ഈ പരിപാടി തുടങ്ങുന്ന സമയത്തൊക്കെ വേ ബിഫോർ എനിക്ക് ഓർമ്മ പോലും ഇല്ല. അതായത് ഞാനൊക്കെ ഇവിടെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയം തൊട്ട് പുള്ളിക്കാരൻ ഇവിടെ കോണ്ടൻറ് ക്രിയേഷൻ ഫേസ്ബുക്കിൽ തുടങ്ങി. അപ്പം ഞാൻ പറയില്ലേ, പുള്ളിയൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ പുള്ളിയെ പരിചയമുണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ ഇറ്റ്സ് ആക്ച്വലി എനിക്ക് ആസ് എ ക്രിയേറ്റർ വലിയൊരു സംഭവമാണ്. ആൻഡ് എനി ഡേ വെൻ ഹി കോൾസ് മീ ടു ഡു എ വീഡിയോ ഐ എം ലൈക്ക് സൂപ്പർ എക്സൈറ്റഡ്. ഒരു ലെജൻഡറി ആയൊരു മനുഷ്യൻ്റെ കൂടെ നമ്മൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. സോ യാ, അപ്പോൾ അതാണ് ശരവണ ഭവൻ്റെ വ്ളോഗ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേറൊരു കാര്യം കൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതേപോലെ ഈ മാസം 25-ാം തീയതി ഒരു സ്പെഷ്യൽ ട്രിപ്പുണ്ട്. അത് കൺഫേം ആയിട്ട് ഞാൻ പറയാടേ. കൺഫേം ആവാതെ ഒരു കാര്യവും ഞാൻ പറയാറില്ല, ബട്ട് അത് നടന്നാൽ പൊളിയായിരിക്കും. So I am also waiting. Let's see. Khalid has a very interesting. I just think for me, like, of all the changes that iOS should make, is stop calling the photos where all your photos are the Photos app, because there's not photos there. There's everything. Everything. There. There's photos. There's videos. There's even boomerangs. That you can, screenshots. Screenshots. There's everything. So stop calling it photos. It's so much more than that. Yeah. Stop limiting. Thank you for that. You're welcome. Guys, എൻ്റെ സെയിം മുടിയുള്ള സെയിം ലുക്കുള്ള ഒരു പയ്യനെ കിട്ടിയിരിക്കുകയാണ്. Yeah. I mean, nice meeting you. Nice meeting you too. Your name? Natil. Natil Kochi. Oh, Punjabi. Oh, Punjabi. Oh. Nice. No, he's Punjabi. No, I think he knows a little bit of Okay. Punjab. Amritsar. Okay. Nice one, bro. Punjabi only. Hello ladies and gentlemen, welcome to Al-Shazam by the way. സനിയെ പോലെയാണ് ഞാൻ. എനിക്ക് വ്ളോഗ് എടുക്കാറുണ്ട്. എനിക്ക് മറ്റേ ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഈ നാട്ടുകാരുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ക്യാമറയും പൊക്കിയിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു മെനക്കേടുണ്ടല്ലോ. എന്തിനാണെങ്കിലും ഞാനിപ്പം കറക്കി എന്ന് പറഞ്ഞൊരു കടയിൽ വന്നിരിക്കുകയാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. നമ്മുടെ നൊമാഡിയൻ വ്ളോഗിങ് തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പം അവൻ്റെ ഒരു ചെറിയ ട്രീറ്റിന് വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പം നമ്മൾ അവന് വേണ്ടി
ഒരു ഷൂസ് മേടിച്ചിരിക്കുകയാണ്. പയ്യന് ഇഷ്ടപ്പെടുമായിരിക്കും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടി കൊടുത്ത് ഇഷ്ടപ്പെടുത്തിക്കുക, അത് വേറെ കേസ്. എന്താണെങ്കിലും ഞാൻ നല്ലൊരു കറക്ക് ചായയൊക്കെ കുടിച്ചിട്ട്, ഇവിടെ കറക്കി വന്നിട്ടില്ലെങ്കിൽ കുടിക്കേണ്ട മസ്റ്റ് സ്ഥലമാണ് കേട്ടോ. നല്ല കിഡിലെ സാഫ്രൻ ചായ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അവൻ ഓൺ ദ വേ ആണ്, ഇവിടെ ഉണ്ട്. അവൻ്റെ വോയിസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പിന്നെ യാസർ വരുന്നുണ്ട്, സുബിൻ വരുന്നുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ്. ലെറ്റ്സ് സീ. ഏത്? നിനക്ക് വാച്ചൊന്നുമില്ല? നിനക്ക് ഞാൻ എൻ്റെ വക കൺഗ്രാറ്റുലേഷൻസ് ഫോർ 1 year. ഡേയ്, നിനക്കെന്താ വരാൻ മടി? ആണല്ലേ? അയ്യേ, എന്നാ പിന്നെ എവൾക്ക് വാങ്ങിച്ചു കൊടുത്താ നീ എടുത്തോടി. ചായ കുടിക്കണ? ഓ എനിക്ക് വയ്യ. പുതിയ മാല, വള, വരി ഇരിക്കി. എനിക്ക് വയ്യ. ജോർഡനൊക്കെ ഇട്ട് നോക്കി. കൊള്ളാം കേട്ടാ. കൊള്ളാം, പുതിയ സാധനമാണോ? എല്ലാം സെറ്റാക്കിയൊക്കെയാണ്. ബാക്കിലെന്തൊരു അടച്ചവൻ എന്താടാ അത്? ചെറുകൊടിഞ്ഞ കിനാവുകളാ? ഓ കൊള്ളാം. ഇല്ലേ ഐസ്ഡ് കറക്ക്, അതായത് ചൂട് കറക്ക്, അത് ഐസ്ഡ് കറക്ക്, അത്രേ ഉള്ളൂ. അത് കറക്കാ, അത് കറക്കിനെ ഫ്രീസ് ചെയ്ത് വേണോ? ഓ എക്സ്പീരിയൻസ് ഉണ്ടോ സംഭവം? തേയില അതിനെ ഞാനും പറഞ്ഞത്. ഈ തേയിലല്ലേ, അത് ബോളാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് അതന്നെ സംഭവം. അതന്നെ, അത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ്, ചൂട് പാലിൽ ഒഴിക്കുമ്പോഴാണ് ഈ രസം. ഇത് കണ്ടെത്താനാണ് മറ്റേ വിടറേ യാസർ രേഷ്മ ഫുൾ ഇതാണല്ലോ, ക്യാൻസൽ ആണല്ലോ മൊത്തം ഫ്ലൈറ്റും. എന്താണ് എന്നെ പറ്റി പറയാനുള്ളത്? എന്റെ ദൈവം, മിസൈലൊക്കെ വരുമ്പോ സൂക്ഷിച്ചോണം കേട്ടോ. എങ്ങനെ സിറ്റുവേഷൻ വന്നു? പാരച്യൂട്ടൊക്കെ എടുത്ത് ചാടാ അറിയോ? ആര് പറഞ്ഞു? പാരച്യൂട്ട് ഇല്ലേ? ഓ ശരിയാണ്, ലൈഫ് ജാക്കറ്റേ ഉള്ളൂ. ശരിയാണ്. സപ്പോസ് ഒന്ന് ഇടിക്കുവാണ്, ഫ്രണ്ട് പോർഷൻ മൊത്തം പോയി, പകുതി ബാക്കിലെ പോർഷൻ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഫ്രണ്ട് എടുത്ത് ചാടാൻ ഓപ്ഷൻ ഉണ്ട്, താഴെ കാണല്ലോ, നീ ചാടുവോ? ഇല്ല. നാളെ ഞാൻ ലൈഫ് ഫ്ലൈറ്റിൽ കയറുമ്പോ എന്റെ നെഞ്ചിടിക്കും. എയർബസ് അല്ലേ? ഞാൻ തിരിച്ചു പറഞ്ഞ എയർ ഇന്ത്യ എയർബസ്, അതുകൊണ്ട് കുഴപ്പമില്ല. കൊച്ചി ടു ദുബായ് രണ്ടേ ഉള്ളൂ മെയിൻ. ഒരു വർഷം എന്തായി? എന്താണ് പരിപാടി? എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമുക്ക്. ഇനി രേഷ്മയും വ്ളോഗിലോട്ട് ഇറങ്ങാൻ പോവാ. ഇൻഡിപെൻഡന്റ് വ്ളോഗർ. നിന്റെ ലബൂബ് ഹിറ്റ് ആയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ട്രെൻഡിങ് സാധനമാണെന്ന്. നീ ചുമ്മാ ഇരുന്നാണ്. എന്റെ വീട്ടിൽ പറഞ്ഞ ഒരു പൊണ്ട് അവിടെ കൊണ്ട് വെച്ചതും ആ ബ്ലഷ് താഴെ പൊട്ടി. അവിടെ ഓ മസാല പോടെ അവിടെ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ ലബൂബുവിനെ പറ്റി കുറെ തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. നിങ്ങളത് വിശ്വസിക്കരുത്. അത് വെറും ഒരു കരടിയാണ്. എന്ത് ഗൈസ്, ജോർഡനും വാങ്ങിച്ചു കൊടുത്ത് അത് കടയിലും മറന്നു വെച്ചിട്ട് ആ ചേട്ട ഇപ്പൊ വീട്ടിലിട്ടോണ്ട നടന്നേനെ. നാളെ തൊട്ട് കറക്കിയിൽ വന്ന് നോക്കായിരുന്ന ഷൂസ്. എവിടെയാണോ ട്രീറ്റ്? എന്താണ് ഒറിജിനൽ അല്ല ഇങ്ങനെ കേൾക്കും, അതറിയോ? ഒറിജിനൽ സോൾ അല്ല ഇങ്ങനെ കേൾക്കും. ഒറിജിനൽ സോളിലെല്ലാം ഇങ്ങനെ നിങ്ങളുടെ കണ്ടോ? ഒറിജിനൽ സോളിലെല്ലാം സൗണ്ട് കേൾക്കും. അവളെ ചപ്പല് വരെ കേട്ട്. ഒറിജിനൽ ഷൂസിനെല്ലാം ഈ സൗണ്ട് കേൾക്കും. ഇവനിങ്ങനെ ഓരോ വർഷവും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും. നമുക്കാണ് പണിയുന്നല്ലേ? എന്തുണ്ട്? എത്ര നാളായി ഞങ്ങളൊന്ന് സെലിബ്രേറ്റ്. നമുക്ക് ഇർഫാനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. എന്ത് പരിചയപ്പെടല്ലേ? വാ പോവാം. ഇതാരിത് എസ്കേപ്പ് വന്നിരിക്കണ ഗൈസ്? നിങ്ങൾ എത്ര വർഷമായി? 6 വർഷം. നമുക്ക് ചെലവുതാ. എടാ നമ്മളെ മറ്റേ കണ്ടന്റ് എന്തായി? ഷവർമ. ഞാൻ വെള്ളിയാഴ്ചയെ പോണുള്ളൂ. നോക്കി സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇടിവെട്ട് സാധനം ഭയങ്കര ഇഷ്ടമാണല്ലേ? നീയും പൊക്കൂടെ? ഓഹോ, ഇതിന്റെ ഒരു സിൽവർ ഉണ്ടോ? അതാ സൂപ്പർ ആയിരിക്കും. എന്താണ് പരിപാടി?
ആഘോഷമായിരിക്കും അല്ലേ? ഫോട്ടോ നല്ല ലൈറ്റ് നല്ല ലൈറ്റ്. അല്ല നമ്മൾ എവിടെയാ പോയി കഴിക്കുന്നത്? അതാണ് എവിടെ പോയി കഴിക്കണം? ഫൈവ് കേസിന് പക്ഷെ നല്ലൊരു കഥയുണ്ട് കേട്ടോ. ഫൈവ് കേസ് പേരുണ്ട്. 5 ആൾക്കാരും കൂടെ ചേർന്നുണ്ടാക്കിയ ബർഗർ. അല്ല, 5 പേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ തുടങ്ങിയതാണ്. 4 ആൺമക്കളായിരുന്നു, 5ാമത്തെ വയറ്റിലായിരുന്നു. അവർക്ക് വേണ്ടി തുടങ്ങിയ ബ്രാൻഡാണ് ഫൈവ് കേസ്. ഓ സോ 5 കിഡ്സ് ആ മക്കൾക്ക് വേണ്ടി തുടങ്ങിയതാണ് ഈ സാധനം. 1986. നമുക്ക് മക്കൾക്ക് ഒരു മുറുക്കാൻ കട പോലും ആരും തുടങ്ങി തരൂല. ഞാൻ വിചാരിച്ചു 5 പേരും കൂടെ തുടങ്ങിയ ഒരു കട ആയിരിക്കുന്നു. പക്ഷെ അല്ല, ട്വിസ്റ്റ് അതാണ്. ഗൈസ് ഉള്ളി സുബിനോളജിയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ. നമ്മളാരും ചകഞ്ഞ് പോവാറില്ല. ഇങ്ങനെ ഉള്ളത് കൊണ്ട് കൊള്ളാം. എന്തായാലും യാസറും കൂടെ വരാണ്ട്. യാസർ വന്നതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നതായിരിക്കും ഗൈസ്. ഗൈസ് മറ്റേ ട്രെയിൻ വരണുണ്ട്. എല്ലാവരും മാറി ഇന്ന് കഴിഞ്ഞാൽ കൊള്ളാം. മാറടാ. ആ അത് മതി അത് മതി. അത് കൊള്ളാം അത് കൊള്ളാം അത് കൊള്ളാം. ഏതാ മറ്റേ കിങ്കാലി? ഓ അതാണ് കിങ്കാലി അല്ലേ? ഈ കാലിനകത്ത് ഡംപ്ലിങ്ങാ. ഇത് ഡംപ്ലിംഗ് ആണ് അവരുടെ. അതിന്റെ യൂസ് ചെയ്തു. പിന്നെ ഇത് അവരുടെ കച്ചാപ്പൂരി. അടിപൊളി സാധനം. എക്സ്പെൻസീവ് അവൻ നോക്കിക്കോളും. അവന്റെ ചെലവ് വാടേ. ജോർജിയൻ റെസ്റ്റോറന്റ്. ഫ്രീ ആപ്പിൾ ആടേ. അടേ ആപ്പിൾ നമുക്ക് ആടേ. എടാ കൊള്ളാം കേട്ടോ. സെർവലിയ എന്തിനാടാ കടയുടെ പേരെന്തിനാ? ശിവൻപള്ളി എന്നാ? എന്തിനാ കടയുടെ പേരെന്തോന്ന്? ആ ശിവളി ശിവളി ശിവളി. ആ ഗൈസ് ശിവളി എന്നാണ് കേട്ടോ കടയുടെ പേര്. ജോർജിയൻ റെസ്റ്റോറന്റ്. നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പിൾ കിട്ടിയിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി തിന്നാം. വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് ആപ്പിൾ കിട്ടും കേട്ടോ ഗൈസ്. നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട ഗൈസ്. ഇവിടെ കടുവയൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാണ്. ചേട്ടാ ചപ്പാത്തിയൊക്കെ പരത്തുണ്ട് കേട്ടോ ചേട്ടന്മാര്. കൊള്ളാം. നല്ല പുകയൊക്കെ പറഞ്ഞു. നല്ല രസമാണ്. നല്ല ആംബിയൻസ് കേട്ടോ. വെരി നൈസ് ആംബിയൻസ് ഇല്ലടാ. നല്ല രസമുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ജോർജിയയിൽ നീ പോയിട്ടുണ്ടോ? 3 വട്ടം. ഒരു വട്ടം സോഡ അടിച്ചു, ഒരു വട്ടം അവളോട് അടിച്ചു, ഡബിൾ അടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഫീറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ല ആപ്പിളാണ് തിന്നണം. സോറി. ഓ നല്ല യാ വാവ്. എടാ എന്നാ റെസ്റ്റോറൻ്റ് ആണോ അത്? പൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല കുറേ പച്ചപ്പും ഹരിതാവും നല്ല കിടിലം വ്യൂവും. എടാ സൂപ്പർ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുഡ് എന്തിനാണെന്നും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് കാര്യം നോക്കാം. വെയിലത്തിരിക്കണോ അതാ യാസി ഇരിക്കണോ? ചോറാ? ആ ബെസ്റ്റ്. ഇവിടെ ചോറൊന്നും ഇല്ല. കബാലിയൊക്കെയാണ് ഇരിക്കണത്. ദൈവമേ കണ്ടറിയാം. മറ്റവ എവിടെ? അവൻ്റെ അടുത്ത് കബാലിയിലോട്ട് വരാൻ പറ. കബാലി അല്ല ശിവാലി. എന്തിനടേ ശിവാലി വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ തിന്നാ. ബിഗ് ബോയ് എന്തൊരു കാലിയാ. ആ കാലി എന്തിനാ വലിയ കഴിക്കാം. പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ. നല്ല ലാമ്പ്. എടാ വാടാ ഇവിടെ ഇരുന്ന് ലാമ്പാ. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് ശിവാലിര അല്ല ശിവജീര. പ്രൊനൗൺസിയേഷൻ ശിവിലി എന്നാണ് കടയുടെ പേര് കേട്ടോ. ഇതാണ് ഡ്രിങ്ക്സ് മെനു. ഇത് ഇറ്റാലിയൻ മെനു. ഇതാണ് ശിവലി മെനു. എടാ എനിക്കൊരു ചായയും പരിപ്പോടെ. ഒരു ശിവലി വട. ആപ്പിൾ വടയെങ്കിലും കിട്ടും. എന്താണ് സംഭവം? ആടാ പറഞ്ഞ ഇർഫാൻ is coming. കുറച്ചോനെ ഇർഫാൻ വ്ളോഗ്സ് അല്ലേ? ഇർഫാൻസ് വ്യൂ. ഇർഫാൻസ് വ്യൂ. തമിഴ്നാട്ടിൽ എപ്പോഴും ഏറെ കയറുന്ന മനുഷ്യനാണ്. പുള്ളിക്ക് അത് രസമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഓ അതൊരു കോണ്ടന്റ് ആയിരുന്നു. അങ്ങേരെ അങ്ങനെ ഫണ്ണാക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര പാടാണ്. നമ്മൾ കാണാൻ പോണ ഞാൻ ഇർഫാൻ ജ്യൂസിനാണ് കേട്ടോ. നിങ്ങളൊക്കെ മറ്റേ ലാലേട്ടന്റെ ഇന്റർവ്യൂല് കണ്ട കാണാൻ പറ്റുമായിരിക്കും. പുള്ളി വരുന്നുണ്ട്. നീ എവിടെയായിരുന്നു? എന്താടാ കാണിച്ചത്? അവനെ പെർഫ്യൂം അടയ്ക്കണം. അയ്യയ്യയ്യ. അതാണ് തമ്മിൽ കേട്ടോ ഈ വീഡിയോ. ഇവിടെ ഇത് നമ്മൾ ഓർഡർ ചെയ്തല്ലേ തബലിയൊക്കെ. ശബരി. കിങ്കോങ് എന്നല്ലേടേ? കിങ്കാലി. അല്ല ഇത് ഫുഡിന്റെ പേരാ. ഫുഡ് അതറിയാം. കിങ്കാലി കഴിക്കേണ്ട ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനും ഷസാം വൈന് കുടിക്കാൻ പോവുകയാണ്. ഞാൻ കുടിക്കുന്നില്ല. ഞങ്ങൾ കുടിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ട്. നോൺ ആൽക്കഹോളിക്. നോർമൽ പെപ്സി കുടിക്കത്തില്ലേ?
ഇത് ഷുഗർ ഒന്നുമില്ല, ഷുഗർ കണ്ടിട്ടില്ല. നിങ്ങൾ കുടിക്കുന്നുണ്ടാ ഞാൻ കുടിക്കുന്നു പറഞ്ഞത്. ഞാൻ കുടിക്കൂല, ഞാൻ കുടിക്കാറേ ഇല്ല. ഞാൻ പണ്ടേ കുടിക്കും. ഏയ് ഹലോ, നോക്ക്. എക്സ്ക്യൂസ് മീ. ഹായ് ഹായ്, യു ആർ എക്സ്ക്യൂസ്ഡ്. അത് പൊട്ടണം കേട്ടോ, നല്ല രസമായി. ഗൈസ്, ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ട സാധനം കേട്ടോ, കിങ്കാലി. ഇത് ഇങ്ങനെ വേണം കഴിക്കണമെന്നാണ് ഈ ചേട്ടൻ കാണിച്ചു തന്നത്. പക്ഷെ ആരും തെറ്റിദ്ധരിക്കരുത്. അറബിയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കടിച്ച് ഓഫിൻ്റെ പൊന്ന വേറെ എന്തിനോ പോലെ തോന്നണം. ശരി, ഇന്ന് ലെറ്റ് ഇറ്റ് കൂൾ. തണുത്തതിന് ശേഷം പൊട്ടിക്കാന്നാണ് നമ്മൾ തീരുമാനിച്ചത്. എൻ്റെ മൈൻ ഗ്ലാസ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ പൊക്കിയിട്ട് വേണം ഇത് കുടിക്കേണ്ടത്. ഈ ഗ്ലാസ് പ്രത്യേകം അറിയാം. എനിക്കറിയാം. ഓക്കെ, എനിക്കറിയാം. നമ്മൾ വൈനൊക്കെ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൈയുടെ ടെമ്പറേച്ചർ കൊണ്ട് ആ ടെമ്പറേച്ചർ വേരിയേഷൻ വരും. ഓ ഈ ഗ്ലാസ് ഇങ്ങനെ വീഡിയോ എടുക്കടാ. ഓ, എനിക്ക് വയ്യ. ഒന്ന് മോനെ, കിങ്കാലി എത്തി മോനെ. ഇതാണ് കിങ്കാലി. സോ കിങ്കാലിയുടെ കഴിക്കുന്ന സ്റ്റൈൽ ചേട്ടാ ഒലക്കയും കൊണ്ട് പറഞ്ഞടാ. ഓ നൈസ്. എന്റെ പൊന്നോ, ബ്ലാക്ക് പെപ്പർ വിത്ത് ഇൻ ഒലക്ക. അടിപൊളി. ഇത് ലാമ്പാണ് ഞാൻ പറഞ്ഞത്. നല്ല പുക. കിങ്കാലി അത് ഞാൻ കഴിച്ചു കാണിച്ചത്. എങ്ങനെയാണെന്നറിയോ? എടാ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് നോക്കടാ, 10 തൊട്ട് വായിച്ചു. അത് എനിക്കത് കണ്ടില്ല, പക്ഷെ ഞാൻ പഠിച്ചു. ഓ, കിങ്കാലി. ഫോർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. തന്നെ ഫൈൻ അടിച്ചാലും അപ്പൊ എടേ, ഫോർക്ക് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് വന്ന് കഴിക്കണത് ഇതൊന്നും യൂസ് ചൂട് കുറയട്ടെ. എന്നിട്ട് ഞാൻ കിങ്കാലി കഴിച്ച് കാണിച്ചു തരാം. പക്ഷെ ഇത് നല്ല കട്ടിയുടെ കൊഴുക്കട്ടെ. അണ്ടി തിരിച്ച് അവിടെ തന്നെ മോമോസ് ഇല്ലേ, അതിന് കുറച്ച് കട്ടിയുള്ള മോമോസ്. മോമോസിന്റെ അച്ചട്ടി. ആഹാ, ഇതാണ് കച്ചാപൂരി ഗൈസ്. വെറൈറ്റി സാധനം. ഇതെല്ലാം ജോർജിയൻ ഫുഡാണല്ലേ? ഒതന്റിക് ജോർജിയൻ. കഴിക്കുക. താങ്ക് യു. ഇതാണ് ഗൈസ് നമ്മുടെ മറ്റേ സാധനത്തിൻ്റെ അകത്തുള്ള ഫില്ലിങ്. ബീഫ് മട്ടനാണ്. ലാമ്പ് ഇച്ചിരി പണ്ണ് കൂടുന്നുണ്ട്. അണ്ണാ, ചീസ് അടിക്കണം. ഇത് പിസ്സ, മൂടി വെച്ച പിസ്സ. കൊള്ളാം കേട്ടോ. daddy. ഓ, അങ്ങനെ. ദേവന്റെ തന്തയാണെന്ന്. എടാ, ഇത് മറ്റേ സാധനം ദിൽഖുഷ്. ഞാനും കഴിക്കണം കേട്ടോ. നുള്ളി കബാബ്. എവിടെ എന്തോ നിൽക്കാനുള്ള ചുമ്മാ വെച്ചാൽ മതിയാ. ഉള്ളി കബാബ്. ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആ കബാബാണ് കേട്ടോ. അടിപൊളി. ഇത് ചിക്കൻ കബാബ്. അടിപൊളി. ഗൈസ്, യാസറിന്റെ കൈ ഒടിഞ്ഞു ഗൈസ്. Yes, very professional. Cheers. എല്ലാവർക്കും അറിയാലോ. Cheers എടുത്തിട്ട് അറിയത്തില്ല? പറ. എനിക്കറിയത്തില്ല. എടാ, ഇതില് വലിയ മധുരമൊന്നും ഇല്ല കേട്ടോ. ഇതില് ചുമ്മാ ഒരു വെള്ളം കുടിക്കണ പോലെ ഉണ്ട്. എന്തോ ഒരു ഗ്രേപ്പിന്റെ വെള്ളം കുടിക്കണ എഫക്റ്റ്. സ്പാർക്ലിംഗ് വാട്ടർ അത്രേ ഉള്ളൂ. അതുപോലെ ഗൈസ്, ഇവിടെ വന്നിട്ട് ഈ കുക്ക് ഡാഡി എന്ന് പറഞ്ഞ ഈ സാധനം തിന്നണം കേട്ടോ. അത് തന്നെ ഇതൊരു ഡാഡി. What was his name? This. This is very nice. Cook Daddy. Cook Daddy. Or why? കുക്ക് ഡാഡി എന്നാണ് ഇതിന്റെ പേര്. Daddy അല്ല, daddy. സാധനം കൊള്ളാം, ഒരു രക്ഷയില്ല. വളരെ ജ്യൂസി ആൻഡ് ചീസി. പിന്നെ വേറെ കേസോട്ടെ, ഈ കടയിൽ വന്നിട്ട് വാർക്ക് സ്പൂണൊന്നും യൂസ് ചെയ്യില്ല. അവന്മാര് നേരത്തെ ഒരു സാധനം കണ്ടില്ലേ, ഒരു കൊലക്ക പോലത്തെ ഒരു പെപ്പറിന്റെ സാധനം, അതൊരു തലക്ക് അടിച്ചു തരും. അവിടെ ജോർജിയൻ ഗത എടുക്കാൻ വേണ്ടി നമ്മുടെ രേഷ്മ മന്ദം നടക്കുകയാണ്. ഇവിടെ നിന്നെയും കാട്ടി ഉണ്ടേ കഥ. എന്റെ അമ്മ, എന്റെ അമ്മ, എടാ ജിമ്മി പോണം കേട്ടോ ആ സാധനം എടുക്കേ. എന്തിനാ ഇത്? ടെലസ്കോപ്പാ? എന്തോ പീരങ്കി എത്തത്? എടാ, ഇത് മറ്റേ സാധനമാണ്, മറ്റേ നമ്മൾ എക്സസൈസ് ചെയ്യൂലേ ആ കട്ടിലിന്റെ കാല്. അയ്യോ എന്റെ അമ്മ. എടാ ആ സാധനമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവന്മാര് നിന്നെ ഇവിടെ നിർത്തും.
ഗൈസ് നമ്മുടെ കൂടെ ഇർഫാനുണ്ട്, നമ്മുടെ ലാലേട്ടനെ കുടുകുടാന്ന് ചിരിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ. ഹൗ ഡിഡ് യു ഡു ദാറ്റ് ബ്രോ? The questions, it was the most fun Laletan we have ever seen for a very long. Like, it was so good. How? What happened? What happened before the interview? No, before the interview, he was very tired because from the morning he's been giving interview to different channels. So I was pretty sure that I shouldn't ask normal questions because you know he'll be answering the same answers to every interview. So I was very keen on asking very like simple questions which he should laugh. He should be like be jovial with us. So as soon as he comes right now, he asked, "Are we sitting in the one sofa?" Because I was very particular that I should be sitting in one sofa. Okay. With three of us. So then this fun thing will create. Yeah. Usually what people do is they sit here and they sit there. It's. Yeah. This was very casual, no? Like. I wanted to be very casual. ரொம்ப சிரிச்சது எனக்கு ரொம்ப ஹாப்பியா இருந்துச்சு. Yeah, that's what I don't know what happened. Yeah, he talks very philosophically. But this was like his. அது எப்படின்னா இப்ப நான் லூஸ் மாதிரி இருந்தேன்னா அந்த மாதிரி ஆயிரும். அது லைக் நம்ம அது மாதிரி ஒரு லூஸ்னா பிராந்துன்னு சொல்லுவீங்களா, அந்த மாதிரி ஒரு பிராந்து மாதிரி பேசிக்கிட்டு சிரிச்சிட்டு. It was very nice bro. Try to do, yeah. നമ്മൾ ഇർഫാൻ ബ്രോയുമായിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മള് കഴിച്ചതിന്ന് 634 ദർഹമായിട്ടാ. 4000 രൂപ കണ്ട പൊട്ടിച്ചിട്ട് നിക്കണ നിപ്പ് വേണ്ട നൊമാഡിയൻ. ടാറ്റാ. നൈസ് മീറ്റിംഗ് ബ്രദർ. ഗൈസ് ആപ്പിൾ പോയി ഗൈസ്. യവൻ കാരണം അവിടെ ഇരുന്ന ആപ്പിൾ പോയി. ജോർജിയൻ ആപ്പിൾ. ശിവാജി അല്ല ശിവലി എന്നാണ് ഈ കടയുടെ പേര്. എടാ നീ കാരണം ആപ്പിൾ എടുത്തോണ്ട് പോയി ഗൈസ്. അങ്ങനെ സുബിനോളജി ടാറ്റ പറഞ്ഞ് പോവാണ്. അവര് കോണ്ടന്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ദേവനല്ല, സുബിനോളജിയും ഇർഫാനും എല്ലാരും കൂടെ. ഏത് ഉമ്മേ കാണും ബസ് പറഞ്ഞു. അയ്യോ ലണ്ടൻ ബസ് പേടിച്ചിട്ടേനാ. ഓ ഗൈസ്, എനിക്ക് അവനൊരു ടീഷർട്ട് മേടിച്ച് തന്നിരിക്കുകയാണ്. ഞാൻ സ്വന്തമായിട്ട് 2 ടീഷർട്ട് അല്ലാതെ മേടിച്ച്. പിന്നെ അടിപൊളി പ്രിന്റ് കേട്ടോ. മെക്ലാരൻ ഫോർമുല 1ന്റെ. എടാ ഒരു മിനിറ്റ് വാങ്ങിക്കൊള്ളിക്കണം. ചീസ് ജെട്ടി എടാ കൊള്ളാം കേട്ടോ. വെറൈറ്റി ആണല്ലോ, സ്ഥലം കിട്ടില്ല കട. നല്ല കുറെ ടീഷർട്ട് എനിക്ക് ഒരു ടീഷർട്ട് വാങ്ങിച്ചു തന്നു ഗൈസ്. അതാണ് ഞാൻ ഇത് മേടിച്ച് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഈ സാധനം ഇത് നിനക്കുള്ള ഗിഫ്റ്റ്. പിടിച്ചോ തന്നൊക്കെ. ഇതായത് യവൻ്റെ സക്സസിൻ്റെ വേറൊരു പാർട്ട് നീയാണ്. അപ്പോൾ യവൻ്റെ 1 വർഷത്തെ ആനിവേഴ്സറിക്ക് നിനക്കും എന്തെങ്കിലും മേടിച്ചു തന്നേ പറ്റുള്ളൂ. ഫണ്ണ് യവനെ പോലെ നീയും ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പിന്നെ നാട്ടുകാർ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിചാരിച്ചോണ്ടിരിക്കണത്? അത് മറ്റേ ഒരു മൊയിലാളി ആ പാട്ടുള്ള പടമല്ലേ? അത്രേ ഉള്ളൂ. നമ്മള് അയ്യേ എനിക്ക് കരച്ചിലൊന്നും വരൂലടി. ഓ കണ്ണൊക്കെ മിഞ്ഞിക്കണം ഗൈസ്. നമ്മൾ വീട്ടിൽ പോന്നു ഗൈസ്. എനിക്ക് ടീഷർട്ടും കിട്ടി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും 1 ഇയർ ഓഫ് നൊമാഡിയൻ എന്ന് പറയുന്നത് ഇവളും ആസിറും ഇപ്പം ഞാനും സുബിനോളജി എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരുടെയും ഒരു ഫാമിലിയാണ് നൊമാഡിയൻ. അപ്പം അതിൻ്റെ 1 ഇയറാണ് വന്നിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ഇവിടെ വെച്ച് ഞാൻ അൽഷസാം നിർത്തുകയാണ്. ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് ചിലപ്പോൾ പോകും ഫ്രൈഡേ. അപ്പോൾ അവിടെ വെച്ച് കാണാം.